ഹായ്, ടൈമിക്സിന്റെ Q2 റിസൾട്ട് വന്നിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും നന്നായിട്ടുണ്ട്. സോ റിസൾട്ടിന്റെ നമ്പറിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പി റേഷ്യോനെ പറ്റിയിട്ടും ഫോർവേഡ് പിനെ പറ്റിയിട്ടും വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫോർവേഡ് പിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് നോക്കുന്നുണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഇതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതിന്റെ Q2 റിസൾട്ട് ടൈമിക്സിന്റെ വരുന്നതിന് തൊട്ട് മുമ്പ് ടൈമിക്സിന്റെ പി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏകദേശം 87-88 ആ ഒരു റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നു. റിസൾട്ട് വന്ന ഉടനെ തന്നെ പി റേഷ്യോ 65-നും 70-നും ഇടയ്ക്കായിട്ട് ഏകദേശം 66-ലേക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നല്ല പ്രോഫിറ്റ് ഗ്രോത്ത് വന്നുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ കൂടി, പി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ആയിട്ടുള്ള പ്രോഫിറ്റ് കൂടി, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് പി റേഷ്യോ കുറഞ്ഞു. സോ ഇതാണ് നമുക്ക് മുന്നിലേക്ക് ഫ്യൂച്ചറിൽ കമ്പനി എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിന്റെ വാല്യൂഷൻ നമുക്ക് ഫോർവേഡ് പി കാൽക്കുലേറ്റ് ചെയ്ത് ഫ്യൂച്ചറിൽ അതിന്റെ വാല്യൂഷൻ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതായത് ഒരു കമ്പനി കറക്റ്റ് ആയിട്ടുള്ള വാല്യൂഷൻ ആണോ ഉണ്ട് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യത എന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതേ രീതിയിൽ കമ്പനി പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ ഈ കമ്പനികളുടെ ഗൈഡൻസിന്റെയും പി റേഷ്യോ ഫോർവേഡ് പിയുടെ ഇമ്പോർട്ടൻസ്